ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നും ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചൂടും നോമ്പും ഒക്കെ അല്ലേ, അപ്പം നമുക്ക് എന്തായാലും ഡ്രിങ്ക്സ് തന്നെ ആയിക്കളിയാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്തായാലും. എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തിയാണ്. അത് മാത്രമല്ല, എന്താ പറയുക, നമുക്ക് ഈ ഒരു ചൂടുകാലത്തും നോമ്പിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു 50, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു 3-4 ഗ്ലാസ്സിലേക്കുള്ളത് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 2 മീഡിയം സൈസുള്ള 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് എന്ത് ചെയ്യുക, കാഷ്യൂ നമ്മൾ എന്ത് ചെയ്യുക, ഞാനൊരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു 50 ഗ്രാം ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതും എടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, അതിൻ്റെ നല്ലോണം പീൽ ചെയ്യുക, ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, നല്ല കട്ട് ചെയ്ത് ഇത് എന്ത് ചെയ്യുക, ഈ എന്താ പറയുക, നമ്മൾ ഒരു പാത്രത്തിൽ ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ അതിനെയും കാട്ടി ജസ്റ്റ് ഒന്ന് പൊന്തി നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ആ വെള്ളം മുഴുവനായിട്ട് വറ്റി വരുന്നത് വരെയാണ് വേവിക്കേണ്ടത്. ആ വേവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഞാൻ എങ്ങനെ വേവിച്ചെടുക്കുന്നതെന്ന്, പിന്നെ അത് വെന്ത് കഴിഞ്ഞാലുള്ള അവസ്ഥയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ കാഷ്യൂവും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതിലിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പുക പോകുന്നത്. ഒരിക്കലും ഇങ്ങനെ ഇടാൻ പാടില്ല. നന്നായിട്ട് തണ്ണതിന് ശേഷം വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അടിച്ചെടുക്കുന്നില്ല, ഞാനിതിലിട്ട് വെച്ചതാണ്. ബിക്കോസ് എൻ്റെ മക്കൾ അവിടെ നിന്ന് അടി കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ഇത് തണിഞ്ഞിട്ട് അടിക്കാൻ നിന്നാൽ എനിക്ക് നടക്കൂല. അപ്പോൾ ഞാൻ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ഇതിലോട്ട് ഇട്ട് വെച്ചിട്ട് പിന്നെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അതിന് ശേഷം വന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഇത് അടിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പിന്നെ വന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ പറയുന്നത് പോലെ തന്നെ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിലോട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഓരോ ആൾക്കാരുടെ ചോയ്സാണ്. കുറച്ചിട്ടോ കൂടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് കട്ടിയാക്കി എടുത്ത പാല് അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ എന്താക്കുക, ഇതൊന്ന് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എനിക്ക് ഡാം ഷുവറാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ബിക്കോസ് ഇതിന് തണുപ്പില്ലാണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോഴും നമുക്കിത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ, വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ട് കുടിക്കണം. എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബെൽ ഐക്കൺ കാണും നിങ്ങൾ. അപ്പോൾ അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് എന്താക്കാം, നമുക്ക് അടിച്ചിട്ട് വരാം. ഓക്കെ,
നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കുടിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കുടിക്കാൻ. ഇതിലേക്ക് നിങ്ങളെ ചോയ്സിനനുസരിച്ചിട്ട് എന്താണോ, അനാർ വേണമെങ്കിൽ അത് ആഡ് ചെയ്യുക, ആപ്പിൾ വേണമെങ്കിൽ ആഡ് ചെയ്യുക, കാഷ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്യുക, കോൺഫ്ലെക്സ് വേണമെങ്കിൽ ആഡ് ചെയ്യുക, കസ്കസ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു 2 ടേബിൾ സ്പൂണ് കസ്കസ് അവിടെ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിൽ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് തരുന്ന ഒരു സീഡാണല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കസ്കസ്, എനിക്ക് എന്തോ കസ്കസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നോമ്പ് കാലത്തൊക്കെ എന്തായാലും ഞാനിവിടെ വാങ്ങി വെക്കും. വെറുതെ നാരങ്ങ വെള്ളം നമ്മൾ കലക്കിയിട്ട് അതിൽ കസ്കസ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ കുടിക്കാനൊക്കെ നമുക്ക് നല്ല ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു സീഡാണ് കസ്കസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഇതുവരെ ഒരുപാട് ഡ്രിങ്ക്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ ഭാവിയിൽ ഇതിലും നല്ല ഡ്രിങ്ക്സുമായിട്ട് ഞാൻ വരുന്നതാണ്. ഡ്രിങ്ക്സ് റെസിപ്പിയോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്നാക്കും ഇൻഷാ അല്ലാ ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഇനിയും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.